ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഏവരും സ്കന്ദഷഷ്ഠി വ്രതം എടുത്തിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഈ വർഷം വ്രതമെടുക്കാൻ സാധിക്കാത്തവർ വിഷമിക്കേണ്ട. നിങ്ങൾ സുബ്രഹ്മണ്യനെ ഭജിച്ചിട്ടുണ്ടാവും, പ്രാർത്ഥിച്ചാലും മതി. 6 ദിവസത്തെ സ്കന്ദഷഷ്ഠി വ്രതത്തിനും ശൂരസംഹാരത്തിനും ശേഷം 7-ാം ദിവസം തിരുക്കല്യാണമാണ്. ഭഗവാന്റെ തിരുക്കല്യാണമാണ് ഒക്ടോബർ 28 ചൊവ്വാഴ്ച. പ്രധാനപ്പെട്ട സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിലെല്ലാം തിരുക്കല്യാണം വലിയൊരു ആഘോഷമായി നടക്കുന്നൊരു ചടങ്ങാണ്. തിരുക്കല്യാണ ദിനത്തിൽ സുബ്രഹ്മണ്യ സ്വാമി ദേവസേനാദേവിയെ വിവാഹം കഴിക്കുകയാണ്. നമുക്കേവർക്കും അന്നേ ദിവസം, തിരുക്കല്യാണ ദിവസം, ഭഗവാന്റെ വള്ളീദേവിയെയും ദേവസേനാദേവിയെയും സ്തുതിക്കുന്ന ഒരു സ്തോത്രം ജപിക്കാം. കുടുംബത്തിൻ്റെ ഐക്യത, ദൃഢത, സന്തോഷവും സമാധാനവും എന്നിവയ്ക്ക് വേണ്ടിയാണ് തിരുക്കല്യാണ ദിവസം വള്ളി ദേവയാനി സമേതനായ സുബ്രഹ്മണ്യ ഭഗവാനെ സ്തുതിക്കുന്ന ഈ സ്തോത്രം ജപിക്കുന്നത്. ശ്യാമാം പങ്കജധാരിണീ മണീലസത്താടങ്ക കർണോജ്വലാം ദക്ഷേലംബകരാം കിരീടമകുടാം തുംഗസ്തനോർക്കഞ്ചുകാം അന്യോനക്ഷണാ സംയുതാം ശരവണോ ഭൂതസ്യ പാർശ്വേ സ്ഥിതാം കുഞ്ചാമാല്യാധരാം പ്രവാളവസനാം വല്ലീശ്വരീം ഭാവയേ. പീതാമുൽപ്പലധാരിണീം സജീസുതാം പീതാംബരാലങ്കൃതാം വാമേലംബകരാം മഹേന്ദ്രതനയാം മന്ദാരമാലാധരാം ദേവൈരർച്ചിതപാദപത്മയുഗളാം സ്കന്ദസ്യ വാമേ സ്ഥിതാം സേനാം ദിവ്യവിഭൂഷിതാം ത്രിനയനാം ദേവീം ത്രിവംഗീം ഭജേ.